നോർത്ത് തെലങ്കാന മലയാളം അസോസിയേഷൻ നോർത്ത് തെലങ്കാനയുടെ പ്രതിനിധികളെ നമ്മൾ ക്ഷണിച്ചിട്ടുണ്ട്. ശ്രീ സാബു സാർ ഇവിടെ വന്നിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ശ്രീ സാബു സാറിനെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ചൈതന്യമേ നിത്യ ചൈതന്യമേ കൈകൾ കൂപ്പുന്ന സമ്പൂർണ്ണ സന്നിധിയിൽ മതജാതി വർണ്ണങ്ങൾ എല്ലാം മറന്നീക മനസായമിക്കുന്നു ജാതാതരം. ചൈതന്യമേ നിത്യ ചൈതന്യമേ കൈകൾ കൂപ്പുന്ന സമ്പൂർണ്ണ സന്നിധിയിൽ മനജാതി വർണ്ണങ്ങൾ എല്ലാം മറന്നീക മനസായമിക്കുന്നു ജാതാതരം. ചൈതന്യമേ നിത്യ ചൈതന്യമേ. ഭാഗമായിട്ടുണ്ടായിരുന്ന നേരത്തെ തന്നെ ഉണ്ടായിരുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഒരുപാട് നമ്മുടെ 2-3 നമ്മുടെ അംഗങ്ങളെ നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഒന്ന് നമുക്കെല്ലാവർക്കും അറിയാം, തങ്കച്ച സാറുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ നഷ്ടപ്പെട്ടുള്ളതാണ്. പിന്നെ ആനി ടീച്ചറുണ്ട്. അതുപോലെ കൃഷ്ണൻകുട്ടി ചേട്ടനുണ്ട്. അവരുടെ എല്ലാം ഓർമ്മയ്ക്കായിട്ട് നമുക്ക് ഒരു നിമിഷം അവരെയൊക്കെ ഓർക്കുന്നതിനായിട്ട് നമുക്കൊരു മിനിറ്റ് ഒരു മോർണിംഗ് എല്ലാവരും ദയവ് ചെയ്ത് 1 മിനിറ്റ് എല്ലാവരും എഴുന്നേറ്റ് നിൽക്കേണ്ടതാണ്. നമ്മുടെ അധ്യക്ഷൻ അസോസിയേഷൻ പ്രസിഡന്റ് ശ്രീ ഫിലിപ്പ് സാറിനെ 2 വാക്ക് സംസാരിക്കുന്നത്. എന്നോട് വളരെ സീരിയസ് ആയി പറയുകയും ചെയ്യും. ഫിലിപ്പ് സാർ തീർച്ചയായിട്ടും നിസാമാബാദിൽ ഒരുപാട് മലയാളികളുണ്ടെന്ന് കേട്ടിട്ടുണ്ടല്ലോ. പണ്ടെങ്ങും ഇവിടെ ഒരു അസോസിയേഷൻ ഉണ്ടായിരുന്നു, പക്ഷെ അതെല്ലാം നാമാവശേഷമായി പോയി. അതുകൊണ്ട് ഫിലിപ്പ് സാർ ഒരു പണി ചെയ്യണം, അവിടെയുള്ള എല്ലാ മലയാളികളെയും കൂടെ കൂട്ടി ഒരു അസോസിയേഷൻ സ്ഥാപിക്കണം. ഈ ആശയം സാർ എന്നോട് പറഞ്ഞപ്പോൾ എനിക്ക് വളരെ നല്ല കാര്യമായി തോന്നി. കാരണം ജീവിതത്തിൽ ഒരുപാട് സന്ദർഭങ്ങളിൽ അസോസിയേഷൻ ഇല്ലാത്തിരുന്നതിൻ്റെ പേരിൽ, അല്ലെങ്കിൽ ഒരു മനുഷ്യനെങ്കിലും വന്ന് എന്നെ ഒന്ന് സഹായിച്ചിരുന്നെങ്കിൽ
ഒരു സപ്പോർട്ടായിട്ട് കൂടെ നിന്നെങ്കിൽ തോന്നിരുന്ന ഒരുപാട് സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട്. ആ ലൈഫിലൊന്നും ആരും എന്നെ തിരിഞ്ഞു നോക്കാനോ അല്ലെങ്കിൽ ആരും എൻ്റെ കൂടെ നിൽക്കാനോ ഇല്ലായിരുന്നു എന്നുള്ളൊരു തോന്നലിൽ നിന്നാണ് അസോസിയേഷൻ ഉണ്ടാക്കണം എന്നുള്ള ഈ ഒരു ആലോചന ഞങ്ങൾ തുടങ്ങുകയും ശ്രീ വർഗീസ് സാറിനെ ഞാൻ അതിന് വേണ്ടിയിട്ട് കാണുകയും ചെയ്തത്. പിന്നെ സംഭവിച്ചത് ചരിത്രമാണ്. വന്ദേമാതരം സ്കൂളിൽ ഞങ്ങൾ പോവുകയും സാറിൻ്റെ സപ്പോർട്ടോട് കൂടിയിട്ട് അന്ന് തൊട്ട് ഇന്ന് വരെ എല്ലാവിധ സപ്പോർട്ടുകളും തന്ന നമ്മുടെ മാത്യു സാറ് അതിനുള്ള പ്രോത്സാഹനം തരികയും അന്ന് ഈ വേദിയിലിരിക്കുന്ന നമ്മുടെ അബ്രഹാം സാറും ഒക്കെ ഈ വന്ന് ഇനോഗ്രേഷൻ പരിപാടിക്ക് വരികയും ഒരുപാട് അന്നോടുള്ള ഒരു നല്ല ഒരു കടപ്പാടും ഒരു സ്നേഹവും നന്ദിയും എന്നും എനിക്ക് CTRMയോടുണ്ട്. കാരണം കുറച്ച് പേഴ്സണൽ റീസൺസ് കൊണ്ട് ഞാൻ കുറേ 4-5 വർഷങ്ങളായിട്ട് അധികം ആക്റ്റീവ് അല്ലായിരുന്നു. പക്ഷേ ഇനിയുള്ള സമയത്ത് തീർച്ചയായിട്ടും ഇവിടെ എത്ര ഫാമിലികൾ ഉണ്ട് എന്നുള്ളതല്ല, കാരണം അത് 10, 15, 20 ആയിക്കൊള്ളട്ടെ, അസോസിയേഷൻ എന്നുള്ളത് തീർച്ചയായിട്ടും നമുക്ക് വേണ്ട ഒരു സംരംഭമാണ്. കാരണം ഈ അസോസിയേഷൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഭവന സന്ദർശനം നടക്കുകയുണ്ടായി. ഈ ഭവന സന്ദർശനം നടത്തിയപ്പോൾ ചില വീടുകളിൽ നമുക്ക് കരയുന്ന കണ്ണുകളോട് കൂടിയിട്ട് അവർ പറയുന്നു, എൻ്റെ അച്ഛൻ മരിച്ചപ്പോൾ വരാൻ ആരും ഉണ്ടായില്ല. ഭാരവാഹികൾ മാത്യു സാർ, ഫിലിപ്പ് സാർ ആൻഡ് പ്രിയപ്പെട്ട കേരള അസോസിയേഷൻ മെമ്പേഴ്സ്, എല്ലാ പ്രിയപ്പെട്ടവർക്കും എല്ലാ പ്രിയപ്പെട്ട മലയാളി സുഹൃത്തുക്കൾക്കും കേരള അസോസിയേഷൻ്റെ പേരിൽ നല്ലൊരു ഓണം ആശംസിക്കുന്നു. ഞാനിവിടെ അവതരിപ്പിക്കുന്നത് കേരള അസോസിയേഷൻ്റെ റിപ്പോർട്ടിൻ്റെ ഒരു സമ്മറിയാണ്. കാരണം ഇതൊരു ഓണാഘോഷ പരിപാടി ആണ്. നീളുന്ന കണക്കുകൾക്കും ചർച്ചകൾക്കുമൊന്നും ഇവിടെ സമയമില്ലെന്ന് എല്ലാവർക്കും അറിയാം. 4th ഫെബ്രുവരി 2024 കേരള അസോസിയേഷൻ്റെ പുതിയ ബോഡിയെ തിരഞ്ഞെടുക്കപ്പെട്ടത്. സത്യത്തിൽ മുറിവേറ്റ് ICUവിൽ ചക്രവായു വലിച്ചു കഴിയുന്ന ഒരു അവസ്ഥയിലായിരുന്നു ഞങ്ങളുടെ ടീം ഏറ്റെടുക്കുമ്പോൾ ഈ അസോസിയേഷൻ്റേത്. ആ അവസ്ഥയിൽ നിന്നും കുത്തൊഴിഞ്ഞ പുസ്തകത്തെ തുന്നിയെടുക്കുന്ന പോലെ Thank you. Thank you, Manoj sir. Thank you.
അടുത്തത് അധ്യക്ഷൻ ശ്രീ വർഗീസ്, ശ്രീ ഫിലിപ്പ്, സംഘടനാ സെക്രട്ടറി ശ്രീ വർഗീസ്, ട്രഷറർ ശ്രീ മധു, രക്ഷാധികാരി ശ്രീ മാത്യു സാർ, ഇന്നത്തെ മുഖ്യാതിഥി റെസ്പെക്റ്റഡ് കേണൽ വിഷ്ണു പി നായർ, എന്നോടൊപ്പം ഇവിടെ എത്തിയിരിക്കുന്ന മലയാളം മിഷന്റെ തെലങ്കാന ചാപ്റ്ററിന്റെ പ്രിയപ്പെട്ട എൻ്റെ സഹഭാരവാഹികൾ, ഹൈദരാബാദ് നാടകശാലയുടെ ആചാര്യനും ഹൈദരാബാദ് നാടകത്തിന്റെ എല്ലാവുമായ ശ്രീ കലാശ്രീ രാമകൃഷ്ണൻ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്റെ ഉദ്ഘാടനത്തിന് ഞാനും ലിബിസാറും അടങ്ങിയൊരു സംഘം ഇവിടെ എത്തിയിരുന്നു. അതിൻ്റെ ഉദ്ഘാടനം വളരെ സമുചിതമായ രീതിയിൽ നടന്നു. അതിനുശേഷം ഇവിടെ നമ്മുടെ ആനി ടീച്ചറിൻ്റെ പേര് പരാമർശിച്ചപ്പോൾ വളരെ വേദനയോടെ ഓർക്കുന്ന ഒരു കാര്യം ടീച്ചറിൻ്റെ അസാന്നിധ്യമാണ്. ഞങ്ങൾ മലയാളം മിഷന്റെ ഒരു മാതൃകാ ക്ലാസ്സും അധ്യാപക പരിശീലനവും നിസാമാബാദിൽ നടത്തുന്നതിന് വേണ്ടി ഇവിടെ എത്തിയിരുന്നു. അന്നും ഇതുപോലെ ഞങ്ങളുടെ ഒരു ടീം ഇവിടെ എത്തി. ആ പരിശീലന കളരിയിൽ ആനി ടീച്ചർ വളരെ സജീവമായി പങ്കെടുക്കുകയും ഒരുപാട് സംശയങ്ങളും ഒക്കെ ചോദിക്കുകയൊക്കെ ചെയ്തതാണ്. കോവിഡിൻ്റെ ആ കെട്ടകാലമാണ് ടീച്ചറെ നമ്മളിൽ നിന്നും വിളിച്ചു കൊണ്ടുപോയത്. അതിന്നും വളരെ വേദനിക്കുന്ന ഒരു കാര്യമായി നമ്മുടെ മനസ്സിൽ നിസാമാബാദിൻ്റെ കാര്യം ഓർക്കുമ്പോഴൊക്കെയും ഞങ്ങളൊക്കെയും എപ്പോഴും ഓർക്കാറുണ്ട്. ഞങ്ങൾ വളരെ പ്രതീക്ഷയോടെ മലയാളം മിഷന്റെ പ്രവർത്തനങ്ങൾ തെലങ്കാനയെ ഒന്നിച്ചു കൊണ്ടുപോകുന്നതോടൊപ്പം തെലങ്കാനയിലെ മറ്റു ഭാഗങ്ങളോടൊപ്പം നിസാമാബാദിനെ ചേർത്ത് നിർത്താൻ ആനി ടീച്ചർ ഉണ്ടാകും എന്ന് ഞങ്ങൾ കരുതിയിരുന്നു. പക്ഷേ അത് സംഭവിച്ചില്ല. നമ്മുടെ ഫിലിപ്പ് സാറുടെ അധ്യക്ഷ പ്രസംഗത്തിൽ 2-3 കാര്യങ്ങൾ ഇവിടെ സൂചിപ്പിച്ചിരുന്നു. സംഘടനകളുടെ പ്രവർത്തനത്തിൽ തിരിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടി, നമ്മോടൊപ്പം ചേർത്ത് നിർത്തുന്നതിന് വേണ്ടി നടത്തിയ പ്രവർത്തനത്തിൽ പങ്കാളിയായി എന്നുള്ളതിൽ നിങ്ങളെ ഏറ്റവും അധികം അഭിനന്ദനം അർഹിക്കുന്ന കാര്യമാണ്. കോൺഫെഡറേഷൻ ഓഫ് തെലുങ്ക് റീജിയൻ മലയാളി അസോസിയേഷനും മലയാളം മിഷനും വേണ്ടി നിസാമാബാദ് കേരള അസോസിയേഷനെ ഞാൻ അഭിനന്ദിക്കുവാൻ ഈ അവസരം ഉപയോഗിക്കുക. നമ്മുടെ അധ്യക്ഷനോട് സൂചിപ്പിച്ച വേറൊന്ന് 2 കാര്യങ്ങളുണ്ട്. ഇവിടെ പ്രവർത്തിക്കുന്ന സമയത്ത് കേരള സർക്കാരിൻ്റെയും CTRMയുടെയും ഒക്കെ പ്രവർത്തനത്തിൽ നിങ്ങൾക്ക് എങ്ങനെ പങ്കാളികളാകാം, അതിൻ്റെ പ്രയോജനങ്ങൾ എങ്ങനെ നേടാം എന്നതിനെ പറ്റി അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് NRK ഇൻഷുറൻസ് കാർഡ്. കേരളത്തിൻ്റെ പ്രവാസി ക്ഷേമ വകുപ്പ് നോർക്ക ഡിപ്പാർട്ട്മെൻറ്റ് നൽകുന്ന ഇൻഷുറൻസ് കാർഡാണ്. അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന സാറ്റലൈറ്റ് ഓഫീസ് CTRMയുടെ ഓഫീസിൽ തന്നെയാണ് പ്രവർത്തിക്കുന്നത്. CTRMയുടെ സെക്രട്ടറി സാബു സാറാണ് എൻ്റെ മുഖ്യ ചുമതലക്കാരൻ. വർഷങ്ങളായി അതിൻ്റെ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നതാണ്. അതൊരു ഇൻഷുറൻസ് കാർഡാണ്. അതോടൊപ്പം ഒരു ID കാർഡും. ഇവിടെ താമസിക്കുന്ന പല ആളുകളും കേരളം വിട്ട് ഇവിടെ സ്ഥിരതാമസമാക്കിയവരായിരിക്കാം. പക്ഷെ ഒരു കാലത്ത് കേരളത്തിൽ നിങ്ങൾ തിരിച്ചു ചെല്ലുമ്പോൾ അവിടെ നിങ്ങൾക്കൊന്നുമില്ല എന്ന് തന്നെ വിചാരിക്കും. NRK ഇൻഷുറൻസ് കാർഡ് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. CTRM ആ കാർഡ് പ്രോസസ്സ് ചെയ്തു. അതിൻ്റെ നിശ്ചിത തുകയായി ആ തുക അദ്ദേഹത്തിന് കേരള സർക്കാരിൽ നിന്നും ആ ഇൻഷുറൻസ് ചെയ്ത തുക കിട്ടി. അതുപോലെ സ്കൂട്ടർ ആക്സിഡൻറ്റിൽ മരണപ്പെട്ട മറ്റൊരു കേസ്. ഈ 2 കേസുകൾ മാത്രമേ ഹൈദരാബാദിൽ നമുക്ക് നേരിട്ട് ഇടപെടേണ്ടതായി വന്നിട്ടുള്ളൂ. അങ്ങനെ ഉണ്ടാകാതിരിക്കട്ടെ. പക്ഷേ അതൊരു പരിരക്ഷയാണ്. അതുപോലെ ഈ കാർഡ് ഉടമകൾക്ക് തൻ്റെ പ്രവാസം മതിയാക്കി നാട്ടിലേക്ക് തിരിച്ചെത്തിയാൽ അവർക്ക് വേണ്ട വ്യവസായങ്ങളോ എന്തെങ്കിലും ബിസിനസ്സോ തുടങ്ങുന്നതിന് ആവശ്യമായ ലോണിൻ്റെ പരിരക്ഷ, അങ്ങനത്തെ നിരവധി കാര്യങ്ങൾ ഇതിലൂടെ ലഭിക്കാവുന്നതാണ്. നിർഭാഗ്യകരമായ ഒരു മരണം ഇവിടെ ഉണ്ടാകുകയാണെങ്കിൽ ആ ആളിൻ്റെ മൃതശരീരം നാട്ടിലേക്ക് കൊണ്ടുപോകുന്നതിനോ അവിടെ എത്തിച്ചതിന് ശേഷം എയർപോർട്ടിലാണ് എത്തുന്നതെങ്കിൽ അവിടെ നിന്ന് അദ്ദേഹത്തിൻ്റെ വീട് വരെ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആംബുലൻസ് സഹായം, ഇങ്ങനെ നിരവധി കാര്യങ്ങളുണ്ട്. അതുപോലെ മറ്റൊരു കേരള സർക്കാരിൻ്റെ സംരംഭമാണ് പ്രവാസി പെൻഷൻ പദ്ധതി. അത് കേരള നിയമസഭ പാസ്സാക്കിയ ഒരു വ്യവസ്ഥാപിത നിയമപ്രകാരം പ്രവർത്തിക്കുന്ന ഒരു ക്ഷേമനിധിയാണ്. 60 വയസ്സിന് മുമ്പ് 5 വർഷം തുടർച്ചയായി 1 മാസം 200 രൂപ വീതം പ്രവാസി ക്ഷേമനിധിയിലേക്ക് നമ്മൾ അടച്ചാൽ 5 വർഷം പൂർത്തിയായി അത് മുടങ്ങാതെ അടച്ച ആളുകൾക്ക് അവർ 60 വയസ്സ് പൂർത്തിയാക്കി കഴിഞ്ഞാൽ പ്രതിമാസം
ഇപ്പോഴത്തെ കണക്കനുസരിച്ച് 5000 രൂപ പ്രതിമാസം പെൻഷൻ കിട്ടുന്ന ഒരു പദ്ധതിയാണത്. അതിലും ആരുടെയും സഹായം കൂടാതെ നിങ്ങൾക്ക് നേരിട്ട് ഓൺലൈനായിട്ട് ചേരാവുന്നതാണ്. ഇനി അതിനെന്തെങ്കിലും സഹായം ആവശ്യമാണ് എങ്കിൽ CTRMയുമായി ഈ സംഘടനാ ഭാരവാഹികൾ ബന്ധപ്പെട്ടാൽ അതിനു വേണ്ട എല്ലാ സഹായങ്ങളും അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഗൈഡ് ലൈൻസും ഞങ്ങൾ ചെയ്തു തരുന്നതാണ്. അതിന് യാതൊരു ബുദ്ധിമുട്ടില്ല. അപ്പോൾ ഈ സംഘടന രൂപീകരിച്ച കാലം തൊട്ട് തന്നെ CTRMയുടെ ഒരു അംഗസംഘടനയായിട്ട് തന്നെയാണ് പ്രവർത്തിക്കുന്നത്. ഫിലിപ്പ് സാർ ഇവിടെ സൂചിപ്പിച്ചതുപോലെ CTRMയുടെ മുൻകൈയിൽ തന്നെയാണ് ഈ സംഘടന ഇവിടെ രൂപപ്പെട്ടു വന്നതും. അതുകൊണ്ട് ഈ സംഘടനയോട് വേണ്ട എന്തിനധീരത ഇപ്പോൾ തുടങ്ങുവിൻ, എല്ലാം നിങ്ങൾ പഠിക്കണം, തയ്യാറാകണം ഇപ്പോൾ തന്നെ ആജ്ഞാശക്തിയായി മാറിയിടാൻ. എന്തിനധീരത ഇപ്പോൾ തുടങ്ങുവിൻ, എല്ലാം നിങ്ങൾ പഠിക്കണം, തയ്യാറാകണം ഇപ്പോൾ തന്നെ ആജ്ഞാശക്തിയായി മാറിയിടാൻ. നാടുകടത്തപ്പെട്ടവരെ തടവിലടക്കപ്പെട്ടവരെ എന്നും അടക്കളക്കുള്ളിൽ കുടുങ്ങി ഒതുങ്ങിയിരിക്കും വീട്ടമ്മമാരെ, വാർദ്ധക്യ പെൻഷൻ വാങ്ങിയിരിക്കും വാന്ധ്യവയോധികരെ. നാടുകടത്തപ്പെട്ടവരെ തടവിലടക്കപ്പെട്ടവരെ എന്നും അടുക്കളക്കുള്ളിൽ കുടുങ്ങി ഒതുങ്ങിയിരിക്കും വീട്ടമ്മമാരെ, വാർദ്ധക്യ പെൻഷൻ വാങ്ങിയിരിക്കും വന്യവയോധികരെ. എന്തിനധീരത ഇപ്പോൾ തുടങ്ങുവിൻ, എല്ലാം നിങ്ങൾ പഠിക്കണം, തയ്യാറാകണം ഇപ്പോൾ തന്നെ ആജ്ഞാശക്തിയായി മാറിയിടാൻ. പാർപ്പിടമില്ലാത്ത പാവങ്ങളെ മഞ്ഞിൽ കോച്ചിയിരിപ്പവരെ, വിദ്യാശാലയും വിജ്ഞാനങ്ങളും അന്വേഷിക്കുവിൻ കൂട്ടരെ. പാർപ്പിടമില്ലാത്ത പാവങ്ങളെ മഞ്ഞിൽ കോച്ചിയിരിപ്പവരെ, വിദ്യാശാലയും വിജ്ഞാനങ്ങളും അന്വേഷിക്കുവിൻ കൂട്ടരെ. പട്ടിണിയായ മനുഷ്യാനീ പുസ്തകം കയ്യിലെടുത്തോളൂ, പട്ടിണിയായ മനുഷ്യാനീ പുസ്തകം കയ്യിലെടുത്തോളൂ, പുത്തനൊരായുധമാണു നിനക്കത് പുസ്തകം കയ്യിലെടുത്തോളൂ. പട്ടിണിയായ മനുഷ്യാനീ പുസ്തകം കയ്യിലെടുത്തോളൂ, പുത്തനൊരായുധമാണു നിനക്കത് പുസ്തകം കയ്യിലെടുത്തോളൂ. എന്തിനധീരത ഇപ്പോൾ തുടങ്ങുവിൻ, എല്ലാം. എന്നെ ഈ വേദിയിലേക്ക് ക്ഷണിച്ചതിനും ഐ എം റിയലി താങ്ക്ഫുൾ ആൻഡ് വെരി ഓണേഡ്. ഒരുപാട് സമയമെടുക്കില്ല. എല്ലാവർക്കും നന്ദി, നമസ്കാരം. അടുത്തതായിട്ട് താങ്ക് യു നാരായൺ സാർ, ചേച്ചി താങ്ക് യു, താങ്ക്സ് എ ലോട്ട്.
പെയ്തരാവതിൽ കുളിരിന്നു കൂട്ടായി ഞാൻ നടന്നു. ഇരവിന്റെ നൊമ്പരം പോലൊരു കുഞ്ഞിന്റെ തേങ്ങലൻ കാതിൽ പതിഞ്ഞു. ഇടവമാസപ്പെരും മഴ പെയ്തരാവതിൽ കുളിരിന്നു കൂട്ടായി ഞാൻ നടന്നു. ഇരവിന്റെ നൊമ്പരം പോലൊരു കുഞ്ഞിന്റെ തേങ്ങലൻ കാതിൽ പതിഞ്ഞു. തെരുവിന്റെ കോണിലാം പീടികത്തിണ്ണയിൽ ഒരു കൊച്ചു കുഞ്ഞിൻ കരച്ചിൽ. ഇരുളും തുരന്നു ഞാൻ അവിടേക്കു ചെല്ലുമ്പോൾ ഇടനെഞ്ചറിയാതെ തേങ്ങി. ഇരുളും തുരന്നു ഞാൻ അവിടേക്കു ചെല്ലുമ്പോൾ ഇടനെഞ്ചറിയാതെ തേങ്ങി. നഗരത്തിലൊക്കെ അലയുന്ന ഭ്രാന്തിയെ പീടികത്തിണ്ണയിൽ കണ്ടു. നഗരത്തിലൊക്കെ അലയുന്ന ഭ്രാന്തിയെ പീടികത്തിണ്ണയിൽ കണ്ടു. നഗ്നയാമവളുടെ തുട ചേർന്നു പിടയുന്നു ചോരപ്പുതപ്പിട്ട കുഞ്ഞും. നഗ്നയാമവളുടെ തുട ചേർന്നു പിടയുന്നു ചോരപ്പുതപ്പിട്ട കുഞ്ഞും. അരികത്തടുത്തിതാ ചാവാലി നായ്ക്കളും ഒരു ദൃഷ്ടി സാക്ഷിയായി ഞാനും. അമ്മയുടെ നോവാറിയില്ല ആ ഭ്രാന്തി കണ്ണടച്ചെന്നേ ദുഃഖവും മാത്രം. ഈ തെരുവിൽ പിറക്കുന്ന തെണ്ടിക്കു വേണ്ടി ഈ കവിതയും ദുഃഖവും മാത്രം. താങ്ക് യു. മനസ്സിലായോ? ഒന്ന് കാണിച്ചേ. 2, 3, 4, 5, 6, 7, 8. കളിച്ചാലവർക്ക് ഇത് നമ്മുടെ ഫൈനൽ പ്രാക്ടീസ് ആണ്. എല്ലാവരും നല്ലോണം കളിക്കണം കേട്ടോ. ഞാൻ പാട്ട് വയ്ക്കാൻ പോവാണ്.
സന്ധ്യയുടെ വീട് വരെ പോയിരിക്കുകയാണ്. സന്ധ്യയോട് കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാൻ. അങ്ങനെയാണ് ഒരു ലഘു നാടകം ആയി ഇത് മാറ്റിയത്. അമച്ചുറായി ഇത് കലാകാരന്മാർ ഇതുപോലുള്ള ഒരു വേദിയിൽ അവതരിക്കുമ്പോൾ അതിൻ്റെതായ പരിമിതികളുണ്ട്. ആ പരിമിതികൾ ഉൾക്കൊണ്ടുകൊണ്ട് നിങ്ങൾ ഈ നാടകത്തെ കാണണം. എൻ്റെ അഭിപ്രായത്തിൽ എൻ്റെ സുഹൃത്തുക്കളായതുകൊണ്ട് മാത്രമല്ല, ഇതിലെ അഭിനേതാക്കളെല്ലാം വളരെ നന്നായിട്ട് ഈ നാടകത്തിൽ മാത്രമല്ല അവർ വരുന്ന വേദികളിലെല്ലാം വളരെ നന്നായി അഭിനയിക്കാറുണ്ട്, പെർഫോം ചെയ്യാറുണ്ട്. അവർക്ക് വേണ്ട പ്രോത്സാഹനങ്ങൾ നിങ്ങൾ നൽകണം. ഹൈദരാബാദിൽ നിന്ന് ഇവിടെ എത്തി നിസാമാബാദിൽ ഇങ്ങനെ ഒരു വേദിയിൽ ഇത് അവതരിപ്പിക്കാൻ അവസരം നൽകിയ നിങ്ങളെ എല്ലാവരോടും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുകയാണ്. വലിയൊരു ആഗ്രഹമായിരുന്നു ഹൈദരാബാദ് ടീമിനെ ഇവിടെ വിളിച്ചിട്ട് ഒരു നാടകം നടത്തണമെന്നുള്ളത്. അതിലും വലിയൊരു ആഗ്രഹം സാർ. ഞങ്ങൾ ചെറിയ ചെറിയ കുറെ കലാകാരന്മാരുടെ നാടകക്കാരാണ്. ഞങ്ങൾക്ക് ഹൈദരാബാദിൽ ഒരു വേദി ഒരുക്കി തരുവാൻ വേണ്ടി ഞങ്ങൾ നാടകം കണ്ടതിന് ശേഷം നിങ്ങൾ തീരുമാനിക്കുക. അവിടെയും ഈ പറഞ്ഞ പോലെ മൈക്കിന്റെ സിസ്റ്റത്തിന് കുറെ പ്രോബ്ലംസ് ഉണ്ട്. അതെല്ലാവരും ഒന്ന് മനസ്സിലാക്കുക. ആക്ച്വലി കോളർ മൈക്സ് ഒക്കെ ആയിട്ടാണ് വന്നപ്പെട്ടത്. അത് സിസ്റ്റമായിട്ട് വർക്ക് ചെയ്തില്ല, സിങ്കായില്ല. അതുകൊണ്ട് അതിനൊക്കെ നമ്മൾ മാറ്റി നിർത്തുന്നത് കഴിഞ്ഞാൽ വളരെ ഹൃദയ പ്രോഗ്രാംസ് ഉണ്ട്. എല്ലാവരും തിരിച്ചു വരിക. താങ്ക് യു. అందరికీ నమస్కారం. కేరళ అసోసియేషన్ నిజామాబాద్ వారిది ఓణం పండుగ ఈరోజు మనం జరుపుతున్నాము. యాక్చువల్లీ పోయిన ఆదివారం అది అంటే 15 తారీఖులోనే ఓణం పండుగ అయిపోయేది. కానీ మన అసోసియేషన్ తరపు నుంచి ఈరోజు మనం అందరం కలిసి అంటే దాదాపు 40-45 ఫ్యామిలీస్ ఉంది నిజామాబాద్ ఆర్మూర్ బోధనని కలిపి మనం అందరం కలిసి పండుగ చేస్తున్నాము. దాని హైదరాబాద్ నుంచి మనకు ఒక అసోసియేషన్ ఉంది, CTRMA ప్లస్ మలయాళీ మిషన్. వాళ్ళు కూడా మన దగ్గరకు వచ్చి కేరళ వాళ్ళందరిది డెవలప్మెంట్ కోసం ఒక ప్రోగ్రామ్ అరేంజ్ చేయడం, దానిలో కేరళ స్టైల్ డ్రెస్ వేసుకోవడం, కేరళ భోజనం చేయడం, అటువంటి చాలా ఉత్సాహంతో అందరూ చాలామంది వచ్చారు. ప్రోగ్రామ్ చాలా సక్సెస్ఫుల్ అయింది. వచ్చిన మీడియా పర్సన్స్కి ఎస్పెషల్లీ భారతీయ ఛానల్ వాళ్ళకి మేము ధన్యవాదాలు చెప్తున్నాము. ఎందుకంటే ప్రతి ఇయర్లో మేము ప్రోగ్రామ్ చేస్తాము.
దాంతోపాటు కల్చర్ మన సంస్కృతి తెలంగాణకి కేరళకి అన్ని కనెక్టెడ్ అయ్యి చాలా అంశాలు ఉన్నాయి. ఇవన్నీ కూడా మనం మిక్సింగ్ చేసుకొని తెలుగు సంగీతాలు, క్లాసికల్ నృత్యం, కర్ణాటిక్ సంగీతం ఇవన్నీ డిఫరెంట్ ప్రోగ్రామ్స్ మనం తీసుకున్నాము. వచ్చిన ప్రతి ఒక్కరిని మేము ఈరోజు ధన్యవాదాలు చెప్తున్నాం. ఎందుకంటే కేరళ సంస్కృతి ప్రతి ఊర్లో మనం రీచ్ చేయడం ఒకటి మనకు కోరిక. సో ఇంకొకటి ఏంటంటే దీనిలో చెప్పాలంటే అరటి ఆకులో తినడం, దానిలో చాలా మంచి వెరైటీ టేస్ట్ 15-20 కూరలతో తయారు చేసిన మంచి అంటే భోజనం కూడా మేము ఈరోజు చేయడం జరిగింది. వచ్చిన ప్రతి ఒక్కరికి మేము ధన్యవాదాలు చెప్తున్నాము. అలాగా భారతీయ ఛానల్ వారికి స్పెషల్ థ్యాంక్స్ చెప్తున్నాము. నా పేరు వచ్చేసి ఫిలిప్, నేను కేరళ అసోసియేషన్ ప్రెసిడెంట్. థ్యాంక్ యూ.